ടി പി ജയേന്ദ്രൻ മാസ്റ്റർ നോക്കൂ, എൽ ഡി എഫിൻ്റെ കണ്ണ് ന്യൂനപക്ഷ വോട്ടുകളിൽ തന്നെയാണ് എന്നിപ്പോൾ പി ചിത്തരഞ്ജൻ്റെ വാക്കുകളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ഈ ഒരൊറ്റ കേരളത്തിൽ മാത്രമാണ് ഇന്ത്യ മുന്നണി സംബന്ധിച്ച് ഒരു വ്യക്തതയുള്ളത്. കാരണം ഇവിടെ രണ്ടായി തന്നെയാണ് മത്സരിക്കുക. ഇപ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തുല്യശക്തികളായിട്ടുള്ള ദില്ലിയിലോ അല്ലെങ്കിൽ പഞ്ചാബിലോ സീറ്റ് വിഭജനം നടക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും കോൺഗ്രസ് സീറ്റ് വിഭജനത്തെ തയ്യാറാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഇവിടെ ലെഫ്റ്റ് ഫ്രണ്ടുമായിട്ട് അവരെന്തായാലും ഒരു സീറ്റ് വിഭജനത്തിന് തയ്യാറല്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണ് ടി പി ജയേന്ദ്രൻ മാസ്റ്ററെ? ഇവിടെ BJP അപ്രസക്തമാണ് എന്നുള്ളത് കൊണ്ടാണ്. നികേഷേ, ഒന്ന് എൻ്റെ സംഭാഷണം അവസാനിപ്പിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ പരിസമാപ്തിയിൽ വെച്ച് ഞാൻ ആരംഭിക്കാം. അങ്ങ് ഉത്തരേന്ത്യയിലെ പാർട്ടിയാണല്ലോ BJP എന്നാണ് താങ്കൾ കൺക്ലൂഡ് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ നികേഷേ, ദക്ഷിണേന്ത്യയിൽ നിങ്ങൾ ഭാരതത്തെ സൗത്തും നോർത്തുമായിട്ട് തിരിക്കുക. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ MP മാരുള്ള പാർട്ടി ഏതാ? കോൺഗ്രസ് ആണോ, BJP ആണോ, CPM ആണോ? കർണാടകയിൽ മാത്രം നികേഷേ 28-ൽ 21 BJPക്കാണ്. അങ്ങ് തെലങ്കാനയിൽ BJPക്ക് 4. അത്ര കോൺഗ്രസിനോ ഉണ്ടോ അത്ര CPM-നുണ്ടോ? അപ്പം നമ്മൾ വസ്തുതകളായിട്ട് പറയുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇൻഫർമേഷൻസ് ജനങ്ങൾക്ക് കൈമാറുന്നൊരു വിനിമയ അഭ്യർത്ഥന എനിക്കുണ്ട്. രണ്ടാമത്, ഈ ചിത്തരഞ്ജൻ പറഞ്ഞ മാതിരിയാണോ കേരളത്തിൻ്റെ മനസ്സ്? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ 19 സീറ്റിൽ കോൺഗ്രസ് ജയിക്കില്ലല്ലോ. അന്നുണ്ടായിരുന്ന കാര്യമാണ് നികേഷ് ഞാൻ പറഞ്ഞത്. നമ്മൾ വളരെ മനഃപൂർവ്വമായിട്ട് കേരളത്തിലെ ഇടതു മാധ്യമങ്ങളും ജിഹാദി ഗ്രൂപ്പും മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്ന് ഒരു നറേഷൻ ഉണ്ടാക്കി. ഇതാ അവസാനിക്കാൻ പോകുന്നു. ഇപ്പം ഞാൻ കേരളത്തിൽ ശ്രമിക്കുന്നത് നോക്കൂ. കേരളത്തിൽ ഇപ്പം മാധ്യമങ്ങളിൽ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട പോലെ ഹമാസ് നമ്മുടെ ഇസ്രായേൽ ചർച്ച നിന്നു. വീണ്ടും തിരിച്ചു വരുന്ന ഏതാണ്? ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അങ്ങ് മണിപ്പൂരാണ്. എന്തുകൊണ്ടാണ് ഈ ഹമാസ് അങ്ങ് ഇടത്തുപെട്ടത്? കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന മാർക്സിസ്റ്റ് ജിഹാദി എക്കോസിസ്റ്റം ചില അപകടം മണത്തു തുടങ്ങിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ക്രിസ്തീയ സമൂഹം അവർക്കിടയിൽ ഇപ്പോൾ വലിയ ഒരു മാറ്റം വന്നു എന്ന് BJP പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിലെടുക്കണ്ട. അപ്പം നോക്കൂ, സംവരണ കാര്യത്തിൽ, ന്യൂനപക്ഷ സംവരണ കാര്യത്തിൽ ആരുണ്ടായിരുന്നു ചിത്തരഞ്ജ അവരുടെ ഭാഗങ്ങൾ കേൾക്കാൻ? അവരുടെ ആത്മീയ നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസ് ചുമത്തുമ്പോൾ ആരുണ്ടായിരുന്നു? അവർക്കൊരു വിഷമം നേരിട്ടപ്പോൾ ആളുണ്ടായിരുന്നു. ഇന്ന് അവർക്കൊരു ഒരു നിഗമനത്തെ അവരെത്തിയിരിക്കുന്നു. ഹമാസിൻ്റെ അടിമപ്പണി ചെയ്യുന്ന ആളുകൾക്ക് ആ സമൂഹം ഇനി വോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് എല്ലാവരും അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും പ്രബലമായ ഒരു വിഭാഗത്തിൻ്റെ ചിന്തയിൽ ആ ഒരു ചിന്ത ഉടലെടുക്കുന്നുണ്ട്. രണ്ടാമത്, കേരളത്തിൽ 2019 ഒരു ഭരണമാറ്റം ഉണ്ടാകും, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും, ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതി എന്തായാലും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ഇന്ന് അവർക്കറിയാം ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു ചാൻസ് ഇല്ല. പ്രതിപക്ഷത്തിരിക്കാൻ ഇതുമാതിരി ഇവിടെ കുറേ ആളുകളെ വിജയിപ്പിച്ചയച്ചത് കൊണ്ട് കേരളത്തിന് എന്തുണ്ടാകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു ചിന്ത കൂടി അവരെ അലട്ടുന്നില്ലേ? പണ്ട് അങ്ങനെ ആയിരുന്നില്ല. 2019 ഇതാ ഞങ്ങൾ ഒരു വലിയ ഭരണമാറ്റം ഉണ്ടാകും, അപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ടതൊക്കെ ചോദിച്ചു. പക്ഷേ ഇന്ന് അവർക്ക് മനസ്സിലായി, ഇന്ത്യയിലെ കേരളത്തിലെ ജനതയ്ക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ ഇന്ത്യയോടൊപ്പം ഇനിയിപ്പോൾ ചിത്തരഞ്ജൻ പറഞ്ഞ മാതിരി ഒറ്റ ചോദ്യമേ എനിക്ക് ചോദിക്കാൻ, ഒരു ധവളപത്രം പുറത്തുവിടാത്തത് എന്താണ് ചിത്തരഞ്ജൻ? രാഷ്ട്രീയമാണെങ്കിൽ ഇതേ ആവലാതി തമിഴ്നാടിനുണ്ടാകണ്ടേ? ഇതേ പരാതി BJP ഇതര സംസ്ഥാനങ്ങൾക്കൊക്കെ പറയണ്ടേ? മാത്രമല്ല, നിർമ്മലാ സീതാരാമനെ പോലുള്ള ആളുകൾ പാർലമെൻറ്റിൽ ചോദിച്ചപ്പോൾ അവർ തെറ്റാണ് പറഞ്ഞതെങ്കിൽ ഒരു അവകാശ ലംഘന പ്രമേയമെങ്കിലും നിങ്ങൾ കൊടുക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഈ ആരോപണങ്ങളുടെ ഒക്കെ മുന കേരളത്തിൽ ഒടിയാൻ പോവുകയാണ്. കേരളത്തിലെ ജിഹാദി ഇടത് എക്കോസിസ്റ്റത്തിൽ ചില തിരിച്ചറിവ് മാധ്യമങ്ങളിലൂടെ അവർ പുറത്തുവിടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു വ്യതിയാനം ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം സത്യമാണ്, നമുക്ക് ഭൂരിപക്ഷം ന്യൂനപക്ഷമൊക്കെ വേണം. മനുഷ്യരുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു അതൊക്കെ നമുക്ക് ഞാൻ ഏതായാലും ഇടതുപക്ഷത്തെ പോലുള്ള കോൺഗ്രസിനെ പോലുള്ള മതേതര ആളുകൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ ഭൂരിപക്ഷ ചർച്ചകളിലേക്കൊക്കെ പോകുന്നതിന് പ്രോത്സാഹജനകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അത്തരം ആളുകളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ചിന്താധാര രൂപപ്പെടുകയും, മാത്രമല്ല ഞാൻ ഇന്ന് പറഞ്ഞ മാതിരിയിൽ ഈ രാജ്യത്ത് നടന്നിരിക്കുന്ന പൊതു നേട്ടങ്ങളെക്കുറിച്ച് അഭ്യസ്തവിദ്യരും രാഷ്ട്രീയ ബോധമുള്ളവരുമായ മാധ്യമപ്രവർത്തകരിലും ചിന്താധാരയുള്ള ആളുകളിലും മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി സണ്ണിക്കുട്ടി പറഞ്ഞ ഒറ്റ ചോദ്യം, ഒരു 10 കൊല്ലം മുമ്പ് ത്രിപുരയിൽ BJP ജയിക്കുമെന്ന് താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നു? ഒരു 15 കൊല്ലം മുമ്പ് മാർക്സിസ്റ്റ് 36 കൊല്ലം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ത്രിപുര, ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ബംഗാൾ BJPയുടെ കൈകളിലേക്ക് അല്പമെങ്കിലും ചായുമെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു 3 മാസം മുമ്പ് തെലങ്കാന കോൺഗ്രസ് വിജയിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? ഇല്ല. അവിടെ BJPക്ക് ഇരട്ടി സീറ്റ് ഉണ്ടാകുമെന്ന് നികേഷ് വിചാരിച്ചിരുന്നോ?
തെലങ്കാനയിൽ BJPക്ക് 7% വോട്ട് 14 വിശ്വാസം തീർച്ചയായും തീർച്ചയായും ആ നിലയിലാണ് 2019 BJP തെലങ്കാനയിലെ 2019 BJPക്ക് കോൺഗ്രസിനേക്കാൾ ഇരട്ടി സീറ്റുകൾ ലഭിച്ചിരുന്നു. 2021 ഗ്രേറ്റർ ഹൈദരാബാദിൽ BRSനോട് ഒപ്പമുള്ള സീറ്റുകൾ ലഭിച്ചിരുന്നു. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന BJP ആണ് BRSന്റെ പ്രധാന എതിരാളിയാകാൻ വരുന്നതെന്നാണ്. പക്ഷേ കോൺഗ്രസ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് ജയിച്ചു കഴിഞ്ഞു. അല്ല, ഗ്രേറ്റർ താങ്കൾ ഈ പറഞ്ഞ ഗ്രേറ്റർ സീറ്റില്, ഹൈദരാബാദ് സീറ്റില്, ആ മേഖലയിൽ ഇപ്പോഴും ആർക്കാ മേൽക്കൈ? ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലേ? അതൊരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായിരുന്നു നികേഷേ. ആ സംസ്ഥാനത്തിലെ മൊത്തം തെരഞ്ഞെടുപ്പായിരുന്നില്ല. ആ മേഖലയിൽ ഇന്ന് ആരാണ് MP? ഒന്നും കൂടി ആ 7% സീറ്റായിരുന്നു നിങ്ങൾ ഈ പറഞ്ഞ 2019 BJPക്ക് ഉണ്ടായിരുന്നു. ഇന്ന് എത്രയാ? 14. ഞാൻ പറഞ്ഞുകൊണ്ട് എന്ത് എത്രയോ നികേഷ്, അതിന് തർക്കിയേണ്ട. അത് താങ്കൾ പറയുന്ന ഡാറ്റകളൊക്കെ ഞാൻ വിശ്വസിക്കാം. ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും അങ്ങനെ ആർക്കും സ്ത്രീധനമായിട്ട് ആരും തീരെഴുതി കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിൽ ഒരിക്കലും ഭരിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്ത്രീധനമായി കിട്ടിയതല്ല. അതുകൊണ്ടാണ് 2004 ഇവിടെ ഖാർഗെ സൂചിപ്പിച്ചത് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്ദിരാഗാന്ധിയുടെ പതനം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം സൂചിപ്പിച്ചത്. അതുകൊണ്ട് 2024 അങ്ങ് എടുക്കല്ലേ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഞാൻ എതിർക്കുന്നില്ല, ഞാൻ അതിനെ എതിർക്കുന്നില്ല നികേഷ്, ഞാൻ അതിനെ എതിർക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാനും അങ്ങനെ പ്രചരിപ്പിക്കാനും ഒരു കോൺഗ്രസിന്റെ നിരീക്ഷകനായി വന്ന സണ്ണിക്കുട്ടി എബ്രഹാമിനും തൻ്റെ അടിത്തറ നഷ്ടപ്പെട്ടു പോയ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നികേഷേ, അടിത്തറ നഷ്ടപ്പെട്ടു പോയ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് നെഞ്ചത്ത് കൈവച്ച് നികേഷ് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമുക്ക് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് പറയാം. ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തിരിച്ചുവരവ്, അടിത്തറ നഷ്ടപ്പെട്ട, നിലപാടുകൾ നഷ്ടപ്പെട്ട, ഒന്നിലും ഒരു നിലപാട് പോലും എടുക്കാൻ കഴിയാത്ത ഇഷ്യൂസ് ഒരുപാടുണ്ട്. അത്തരം ഒരു കോൺഗ്രസ്. പക്ഷേ ശ്രീ ടി.പി. ജയേന്ദ്രൻ മാസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഏറ്റവും ഒടുവിൽ നിങ്ങൾ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് BJPക്ക് അല്ല സാർ, കോൺഗ്രസിനാണ്. നികേഷേ, സംസ്ഥാനം വൈസ് പറയൂ. നിങ്ങൾ ഈ കോട്ടൽ കണക്ക് പറയുമ്പോൾ ഏതൊക്കെ അതിനകത്ത് പെടുന്നതെന്ന് അറിയോ? നിങ്ങൾ ഈ പറയുന്ന തെലങ്കാനയും ഉൾപ്പെടും. ഇനി നിങ്ങളൊരു കാര്യം കിടേ, അതാണോ നമ്മുടെ മാനദണ്ഡമെങ്കിൽ BJP ആയിരുന്നില്ലേ ഭരിക്കേണ്ടത്? നമ്മുടെ രാജ്യത്ത് ഒരു സംവിധാനമുണ്ട്. അല്ല വികേഷ്, നമ്മുടെ രാജ്യത്ത് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം, ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ എൻ്റെ മുമ്പിലുണ്ട്. എടുക്കണോ? വോട്ട് ഷെയർ ആണെങ്കിൽ വോട്ട് ഷെയറിലേക്ക് നമുക്ക് പോകാം, പ്രസിഡന്റ് സംവിധാനത്തിലേക്കാണെങ്കിൽ. പക്ഷേ നാട്ടിൽ നിലവിലുള്ള സംവിധാന പ്രകാരം കോൺഗ്രസിനേക്കാൾ ബഹുദൂരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മറ്റു ചില കണക്കുകൾ നമ്മൾ അളക്കൽ എങ്ങനെയാ? കിട്ടിയിരിക്കുന്ന സീറ്റുകളുടെ കാര്യത്തിലാണ്. നോക്കൂ, ഇന്ത്യയിൽ കോൺഗ്രസിനുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പുണ്ടായിരുന്ന സീറ്റുകളിൽ എത്രയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? 109 സീറ്റുണ്ടായിരുന്ന BJPക്ക് 163. നികേഷ് കേൾക്കണം, 114 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസിൽ 66. ഇതാണ് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചിത്രം. അപ്പം നമ്മൾ എന്ത് പറയും? വോട്ടിൻ്റെ പെർസെൻറ്റേജ്, അതിനുള്ള വ്യത്യാസം, അവിടെ കിട്ടിയ വോട്ടിൻ്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മൊത്തം നമുക്ക് അങ്ങനെ ഒരു സംവിധാനമല്ല. നമ്മൾ നിലവിലുള്ള സംവിധാനം വെച്ചാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിന് നിങ്ങൾ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി, രാഹുൽ ഗാന്ധിയുടെ യാത്ര, ഇവിടെ ഉണ്ടായിരിക്കുന്ന മുന്നേറ്റങ്ങൾ, അതിനുശേഷം ഉണ്ടായ ഓരോ ഉദാഹരണം എടുത്ത് പരിശോധിക്കൂ. ആ യാത്ര പോയയിടത്തിന് ശേഷം കോൺഗ്രസിനുണ്ടായ മുന്നേറ്റം എന്താണ്? ഇന്ത്യ മുന്നണി ആദ്യത്തെ പരീക്ഷണമായിരുന്നു നികേഷേ നമ്മുടെ ത്രിപുരയിലെ മാർക്സിസ്റ്റ് പാർട്ടി കൈയടക്കിയിരുന്ന മണ്ഡലം. അവിടെ എന്താണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായത്? 2 പേരും കൂടെ മത്സരിച്ചു. 3909 വോട്ടാണ്. 68,000 വോട്ട് BJPക്ക് കിട്ടിയപ്പോൾ 2 പേരും ഒരുമിച്ച്, ഞാൻ ഒരു ഉദാഹരണം മാത്രമല്ല ചൂണ്ടിക്കാണിക്കുന്നത്, വലിയ നിലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയെന്നാണ് CPM പറയുന്നത്. ഈക്വൽ ടു 2 ആൾവേസ്. അല്ല, അങ്ങനെ ആർക്കും പറയാമല്ലോ. അല്ല, അവര് റിസൾട്ട് വന്നതിന് ശേഷമല്ല, റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയില്ല, BJP വലിയ നിലയിൽ അട്ടിമറി നടത്തിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത്രേ എനിക്കറിയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ CPMന് ഒരു പരാതി, അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇലക്ഷൻ കമ്മീഷന് ഇതിന്റെ ഒതന്റേറ്റീവ് ആവാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു. എന്തൊരു പരാതി കൊടുക്കാഞ്ഞത്? അപ്പൊ അതൊക്കെ തോൽവിക്കാരൻ 100 ന്യായം പറയും നികേഷ്. അതൊക്കെ അങ്ങനെ പറയട്ടെ. അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ അവർക്കുള്ള നഷ്ടപ്പെടുന്ന ഇത്തരം ആരോപണങ്ങളൊക്കെ ഇനിയും വരും. പക്ഷെ വസ്തുതയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. 2024 കോൺഗ്രസിനൊരു തിരിച്ചു വരവ് അസാധ്യമാണ്. അടിത്തറ നഷ്ടപ്പെട്ട ഇടതു മുന്നണിയും പലയിടത്തും ഉണ്ടാക്കിയ ഇന്ത്യ മുന്നണിയിൽ പരസ്പരം ഇന്നും, അത് എനിക്ക് തോന്നുന്നു ഗർഭാവസ്ഥയിൽ തന്നെ അത് അകാല മൃത്യു പറഞ്ഞു. അതാണ് താങ്കളുടെ വിലയിരുത്തൽ. Debate with MV Nikesh Kumar.